Hello and welcome to Easy Learn 365 Financial Derivative Classes. നമ്മൾ കഴിഞ്ഞ സെഷൻസിലായിട്ട് ഡെറിവേറ്റീവ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശദമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ ബികോമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസിൽ നിന്നാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾ കഴിഞ്ഞ സെഷൻസ് രണ്ടും കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് അത് കാരണമായിരിക്കും. നമുക്ക് സെഷനിലേക്ക് കിടക്കാം. നമ്മൾ വിശദമായ ഡെറിവേറ്റീവിനെ കുറിച്ച് പഠിച്ചതാണ്. എന്താണ് ഡെറിവേറ്റീവ് എന്നും അതിൻ്റെ ഫീച്ചറും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ വിശദമായി പഠിച്ചു. എന്നാൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഡെറിവേറ്റീവ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് തന്നെ പലതരത്തിലുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. 3 രീതിയിലാണ് ഡെറിവേറ്റീവിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ഓൺ ദ ബേസിസ് ഓഫ് ദ നേച്ചർ ഓഫ് പേ ഓഫ് ഓർ നേച്ചർ ഓഫ് കോൺട്രാക്ട്. Then on the basis of underlying assets and on the basis of trading mechanism. ഈ 3 രീതിയിലും നമുക്ക് ഡെറിവേറ്റീവ്സിനെ നമുക്ക് പറയാനായിട്ട് കഴിയും. ബേസിക്കലി ഡെറിവേറ്റീവ്സ് എല്ലാം ബേസിക്കലി ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതിനെ ഈ 3 രീതിയിലും നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പറയാനായിട്ട് കഴിയുമെന്ന് മാത്രമാണ് നമുക്കതിൽ ഉള്ളൂ. നമ്മൾ വിശദമായിട്ട് നോക്കാം. ഒന്ന്, ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് പേ ഓഫ്. നമ്മൾ എങ്ങനെയാണ് അതിനെ കോൺട്രാക്റ്റിലെ പേ ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺട്രാക്റ്റിനെ ഡെലിവർ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഏത് രീതിയിലാണ് നോക്കാം. ഒന്ന്, ഫോർവേഡ്. 2, ഫ്യൂച്ചേഴ്സ്. 3, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. 4 രീതിയിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഡെറിവേറ്റീവിനെ ഓൺ ദ ബേസ് ഓഫ് പേ ഓഫിൽ നമ്മൾ തിരിക്കുന്നത്. ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. ഫോർവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. It is a contract in which the parties, that is buyer and seller, agree to sell an asset on a future date at a price agreed at the time of entering into the contract. അപ്പോൾ 2 പാർട്ടീസ് തമ്മിൽ, വ്യക്തിപരമായിട്ട് അറിയാവുന്ന 2 പേര് തമ്മിൽ അവരൊരു അസറ്റിന്റെ പുറത്ത് ഒരു എഗ്രിമെന്റ് എഴുതുന്നു. ആ എഗ്രിമെന്റിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് എന്നാണ് അല്ലെങ്കിൽ എന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് അവർ ഫിക്സ് ചെയ്യുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള പ്രൈസ് എന്താണ് അതും ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ അവർ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിനെ ഫോർവേഡ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ആൻ ഇനീഷ്യൽ പേയ്മെന്റ് വെൻ സൈനിങ് ദ കോൺട്രാക്ട്. നോർമലി ഇതൊരു പേഴ്സണൽ കോൺട്രാക്ട് ആണ്, 2 പേര് തമ്മിൽ ചെയ്യുന്നതായതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് പൊതുവെ ചില സാഹചര്യങ്ങളിൽ അത് ഇനീഷ്യൽ പേയ്മെന്റുകൾ ഒഴിവാക്കാറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇനീഷ്യൽ പേയ്മെന്റ് വാങ്ങിക്കാറുമുണ്ട്. അത് രണ്ടും ഓരോ സിറ്റുവേഷനിലായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ അൺസ്റ്റാൻഡർഡൈസ്ഡ്. അൺസ്റ്റാൻഡർഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ ഒന്നും തന്നെ പ്രീഫിക്സ്ഡ് അല്ല. നമുക്ക് കൃത്യമായ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്കത് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നോംസ് ഒന്നും ഇതിനകത്തില്ല. ആൻഡ് ദേ ആർ നോട്ട് ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഫോർവേഡ് ഡെറിവേറ്റീവ്സ് ഒരിക്കലും തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്നില്ല. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് വ്യക്തികൾ തമ്മിലാണ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ട്രേഡഡ് ജനറലി ഓൺ ഓവർ ദ കൗണ്ടർ. അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് ചെയ്യുന്നതിനെല്ലാം നമ്മൾ OTC ട്രാൻസാക്ഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഫോർവേഡ്സ് എല്ലാം OTC ആണ് എന്ന് പറയാൻ കഴിയും. Then forward contract is generally closed with a delivery of underlying asset. നമ്മളത് ഒരു ഫോർവേഡ് കോൺട്രാക്ട് എൻഡിലെത്തുന്നത് അതിലെ അസറ്റ് നമ്മൾ ഡെലിവർ ചെയ്യുമ്പോഴാണ്. ആരാണോ ബൈ ചെയ്യുന്നത് അയാൾക്ക് ഡെലിവർ ചെയ്ത് കഴിയുമ്പോഴാണ് ആ കോൺട്രാക്ട് പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് പറയാനായിട്ട് കഴിയാം. ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഫ്യൂച്ചർ കോൺട്രാക്ട് ഇസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ് ടു ബൈ ആൻഡ് സെൽ ആൻ അസറ്റ് അറ്റ് എ സർട്ടൻ ടൈം ഇൻ ദ ഫ്യൂച്ചർ അറ്റ് എ സർട്ടൻ പ്രൈസ്. ഇതും ഏകദേശം ഫോർവേഡിനോട് സമാനമാണ്. 2 വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. അവർ ഫ്യൂച്ചർ ഡേറ്റും ഫ്യൂച്ചർ പ്രൈസും ഒക്കെ തീരുമാനിക്കപ്പെടുന്നു അണ്ടർലൈങ് അസറ്റിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ചില വ്യത്യാസങ്ങൾ എവിടെയാണ്? ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആർ ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രം ട്രേഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അത് മാത്രമല്ല, ദ എക്സ്ചേഞ്ച് ഗ്യാരണ്ടീസ് ആൻഡ് എൻഷുവേഴ്സ് ദ എക്സിക്യൂഷൻ ഓഫ് ദ കോൺട്രാക്ട് ബൈ ബോത്ത് പാർട്ടീസ്.
ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ രണ്ട് പാർട്ടീസിനെയും തമ്മിലൊരു ഇന്റർമീഡിയറി അല്ലെങ്കിൽ ഗ്യാരണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ കോൺട്രാക്റ്റിന്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഗ്യാരണ്ടിയും ചെയ്യുന്നത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കും. ആൻഡ് ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഓവർ ദ കൗണ്ടർ ആണ്, എന്നാൽ ഫ്യൂച്ചർ എല്ലാം തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഓപ്ഷൻസിലേക്ക് വന്നാൽ an option refers to the right but not the obligation to buy or sell a security or other assets during a given time for a specified price. ഫ്യൂച്ചറിലാണെങ്കിലും ഫോർവേഡിലാണെങ്കിലും ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഓപ്ഷനിലേക്ക് വരുമ്പോൾ സിമിലർ കോൺട്രാക്ട് തന്നെ, പക്ഷേ ഇവിടെ ബൈ ചെയ്യാനും അല്ലെങ്കിൽ സെൽ ചെയ്യാനും ഒരു റൈറ്റ് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റിലേക്ക് വരുമ്പോൾ ഈ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിലെ വില നമ്മൾ വെച്ചിരിക്കുന്ന ഡെറിവേറ്റീവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലോ കുറവോ ഒക്കെ ആണെങ്കിൽ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കണമെങ്കിൽ ചെയ്യാതിരിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനോട് ചേർന്ന് വരും. അതിനെയാണ് നമ്മൾ ഓപ്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡെലിവറി ചെയ്യാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യണമെങ്കിലും ചെയ്യാതിരിക്കണമെങ്കിലും ഉള്ള റൈറ്റ് പാർട്ടീസിനുണ്ട്. ആ ഒരു റൈറ്റും കൂടെ ആഡ് ചെയ്യപ്പെടുന്ന ഡെറിവേറ്റീവിനെയാണ് നമ്മൾ ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുൻപ് പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ തന്നെ വീറ്റ് ഫാർമറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു 50 രൂപയ്ക്കാണ്. എന്നാൽ മാർക്കറ്റിൽ 55 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ, 55 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കോൺട്രാക്ട് ഓപ്ഷനിലാണെങ്കിൽ അയാൾക്ക് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാതെ മാർക്കറ്റിൽ 55 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ബ്രെഡ് മേക്കറെ സംബന്ധിച്ചിടത്തോളം 50 രൂപയ്ക്ക് വെച്ചിരിക്കുന്ന ഡെറിവേറ്റീവ് കോൺട്രാക്ട് മാർക്കറ്റിൽ അത് 40 രൂപയ്ക്ക് ലഭിക്കുമെന്ന് ഉണ്ടെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്ട് ആണെങ്കിൽ ഈ ഡെറിവേറ്റീവ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാതെ മാർക്കറ്റിൽ നിന്ന് 40 രൂപയ്ക്ക് അത് വാങ്ങിക്കാനും സാധിക്കും. ഇത് രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു അഡീഷണൽ ഫീച്ചർ ഉള്ള ഒരു ഡെറിവേറ്റീവ് ആണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. സ്പെസിഫൈഡ് പ്രൈസ് ഇസ് കോൾഡ് സ്ട്രൈക്ക് പ്രൈസ്. ഇവിടെ ഓപ്ഷനിൽ നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്യുന്ന പ്രൈസിന് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് എന്നാണ് പറയുന്നത്. ഇഫ് ദ ബയർ ഓർ റൈറ്റർ ഡസ് നോട്ട് എക്സസൈസ് ദ ഓപ്ഷൻ വിത്തിൻ ദ സ്പെസിഫൈഡ് പീരീഡ് ദ ഓപ്ഷൻ വിൽ ഗെറ്റ് എക്സ്പയർഡ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിലും എക്സസൈസ് ചെയ്താലും അതിനെ എക്സ്പയർഡ് ആയിട്ട് കണക്കാക്കും മെച്യൂരിറ്റി ഡേറ്റ്. ഇതാണ് ഓപ്ഷൻസ്. ദെൻ സ്വാപ്പുകൾ എന്ന് പറയുന്നതാണ് മറ്റൊരു തരത്തിലുള്ള പേ ഓഫിന്റെ അടിസ്ഥാനത്തിലുള്ള ഡെറിവേറ്റീവ്. സ്വാപ്സ് ആർ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ഇൻ വിച്ച് ടു പാർട്ടീസ് എക്സ്ചേഞ്ച് ദെയർ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്. ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസിനെയാണ്. മറ്റ് എല്ലാ ഡെറിവേറ്റീവിലും തന്നെ കമ്മോഡിറ്റീസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ ലോൺ വിത്ത് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മേ ബി എക്സ്ചേഞ്ച്ഡ് വിത്ത് എ ലോൺ വിത്ത് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു ബാങ്ക് ഫ്ലോട്ടിംഗ് റേറ്റിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ലോണുകൾ മറ്റൊരു ബാങ്കിന്റെയോ മറ്റൊരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്റെ ഫിക്സഡ് റേറ്റ് ഉള്ള ലോണുകളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഫ്യൂച്ചർ ഫോർവേഡ് ഓപ്ഷൻ സ്വാപ്പ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ചെയ്ത് നമുക്ക് സെഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടുള്ള എക്സാമ്പിൾസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. കാരണം ഇതെല്ലാം ഓരോ ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനും വിശദമായി മനസ്സിലാക്കാനും ഉള്ളത് കൊണ്ട് കൂടുതൽ എക്സാമ്പിൾസ് ഞാനിപ്പോൾ പറയുന്നില്ല. ഇതാണ് സ്വാപ്പുകൾ ഒരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷന്റെ എക്സ്ചേഞ്ചുകൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് സ്വാപ്സ് ആർ നോട്ട് ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല അത് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഓവർ ദ കൗണ്ടർ കോൺട്രാക്ട്സ് ബിറ്റ്വീൻ ബിസിനസ്സസ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബിസിനസ്സുകൾ തമ്മിലും ധനകാര്യ സ്ഥാപനങ്ങളും തമ്മിലാണ് ഇത്തരം സ്വാപ്പ് ഡീലുകൾ അല്ലെങ്കിൽ സ്വാപ്പ് കോൺട്രാക്റ്റുകൾ ഏർപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് സ്വാപ്പിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വിത്ത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ വന്നാൽ ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈങ് അസറ്റ്. ഏത് അസറ്റിന്റെ പുറത്താണ് നമ്മൾ ഡെറിവേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നോക്കിയാൽ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ ഈ നമ്മുടെ സിലബസിൽ കൂടുതലായി പഠിക്കുന്നില്ല.
എന്നാൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി തുടർന്ന് വരുന്ന സെഷൻസിൽ പരിശോധിക്കും. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് അണ്ടർലൈങ് അസറ്റ്സ് ആർ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ലൈക്ക് റൈസ്, വീറ്റ്, കോട്ടൺ, ഓയിൽ, സോയ, ടീ, കോഫി, റബ്ബർ ആൻഡ് മെറ്റൽസ് ലൈക്ക് കോപ്പർ, ടിൻ, ഗോൾഡ്, സിൽവർ എക്സെട്ര. ഈ പറയുന്ന ഏത് കമ്മോഡിറ്റീസും അണ്ടർലൈങ് അസറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് കോൺട്രാക്ട് റൈറ്റ് ചെയ്യുകയും നമുക്കത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ ദിസ് കേസ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് അണ്ടർലൈങ് അസറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ പ്രോഡക്ട്സ് സച്ച് ആസ് കറൻസി, ഷെയർ, ഇൻട്രസ്റ്റ് റേറ്റ് എക്സെട്ര. ഈ പറയുന്ന കാര്യങ്ങളിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസറ്റുകളോ ഇൻസ്ട്രുമെന്റുകളോ ഉപയോഗിച്ച് എഴുതുന്ന ഡെറിവേറ്റീവിനെയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കുന്നതിന് ഈ തുടർന്നുള്ള സിലബസിൽ നമുക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് ആ സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം ആണ്. എവിടെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ് ആൻഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്. ഈ രണ്ട് ടേമുകളും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. എന്താണ് ഓവർ ദ കൗണ്ടർ എന്നും എന്താണ് എക്സ്ചേഞ്ച് ട്രേഡ് എന്നും അത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കുന്നതിനുള്ള സമയമുണ്ട്. തുടർന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ കോൺട്രാക്ട്സ് ദാറ്റ് ആർ ട്രേഡഡ് ഔട്ട്സൈഡ് ദി എക്സ്ചേഞ്ച്. എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് ട്രേഡ് ചെയ്യപ്പെടുന്ന ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആണത്. ആൻഡ് ദീസ് ആർ പ്രൊവൈഡഡ് ബിറ്റ്വീൻ ടു ട്രേഡേഴ്സ് ദാറ്റ് നോ ഈച്ച് അതർ പേഴ്സണലി. പരസ്പരം നീഡ്സ് അറിയാവുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റുകളാണ് പൊതുവെ OTC-യിൽ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദീസ് കോൺട്രാക്ട്സ് ആർ സ്പെസിഫിക് ടു ദ പാർട്ടീസ് ഇൻവോൾവ്. രണ്ടുപേരുടെയും ബയറുടെയും സെല്ലറുടെയും നീഡ്സ് അനുസരിച്ച് മാത്രമായിരിക്കും ഈ കോൺട്രാക്ട് ഡിസൈൻ ചെയ്യപ്പെടുന്നത്. ആൻഡ് ദീസ് ആർ കസ്റ്റമൈസ്ഡ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് ദ കൗണ്ടർ പാർട്ടീസ്. കസ്റ്റമൈസ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ അണ്ടർലൈങ് അസറ്റിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്ന ഡേറ്റും പ്ലേസും ഇതെല്ലാം തന്നെ കസ്റ്റമൈസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആൻഡ് ദീസ് ആർ നോർമലി സെറ്റിൽഡ് ബൈ ഡെലിവറി ഓഫ് അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡെലിവർ ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ കൃത്യമായി എത്തിച്ചുകൊണ്ടായിരിക്കും ഈ കോൺട്രാക്റ്റുകൾ ട്രാൻസാക്ട് ചെയ്യപ്പെടുക. ആൻഡ് ഈ OTC ഡെറിവേറ്റീവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദർ ഇസ് ലിമിറ്റ്ലെസ് ഫ്ലെക്സിബിലിറ്റി ഇൻ കോൺട്രാക്ട് ഡിസൈൻ. നമുക്ക് കോൺട്രാക്ട് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം, അതിലെ കണ്ടീഷൻസ് മോഡിഫൈ ചെയ്യാം, ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് OTC-യിലുണ്ട്. ആൻഡ് ദീസ് ആർ കസ്റ്റമൈസ്ഡ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് ദ കോൺട്രാക്ടിങ് പാർട്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിലും കസ്റ്റമൈസ് ടൈലർ മെയ്ഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ആൻഡ് ദ അണ്ടർലൈങ് അസറ്റ്സ് ക്യാൻ ബി എനിത്തിങ്. ഏത് അസറ്റും നമുക്ക് ട്രേഡ് ചെയ്യാം. ആൻഡ് ദ സൈസ് ഓഫ് ദ കോൺട്രാക്ട് ക്യാൻ ബി ഓഫ് എനി എമൗണ്ട്. എത്ര എമൗണ്ടിന്റെ കോൺട്രാക്ട് വേണമെങ്കിലും നമുക്ക് OTC-യിൽ വെക്കാം. ആൻഡ് ഡെലിവറി ക്യാൻ ബി മെയ്ഡ് അറ്റ് എനി ടൈം ആൻഡ് എനി ലൊക്കേഷൻ. ഏത് സമയത്തും ഏത് സ്ഥലത്തും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വെക്കാൻ കഴിയും. എന്നാൽ ചില ഡീമെറിറ്റ്സ് OTC-ക്ക് ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ മാച്ചിങ് പാർട്ടീസ്. രണ്ട് പരസ്പര നീഡ്സ് ഉള്ള രണ്ട് വ്യക്തികളെ കണ്ടെത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒരു ഫാർമറിനെയും അതുപോലെ തന്നെ കൃത്യമായ ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റുന്ന ഫാർമറിനെയും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബയറിനെയും ഒരു ബ്രെഡ് മേക്കറെയും ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് OTC-ക്ക് എപ്പോഴും ഉള്ളത്. ആൻഡ് ക്രെഡിറ്റ് റിസ്ക് ഇൻവോൾവ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാർമറെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങിക്കുന്ന ബയർ അല്ലെങ്കിൽ ബ്രെഡ് മേക്കർ അയാൾ കൃത്യമായി പണം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അതിനിടയിൽ യാതൊരു ഇന്റർമീഡിയറ്റ്സോ അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന പാർട്ടീസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ടും അത് എത്തിച്ചു കൊടുക്കുമോ എന്നുള്ള കാര്യം ഒരു പ്രശ്നം തന്നെയാണ്. ആൻഡ് ദർ ഇസ് സ്ക്യൂഡ് പ്രൈസിങ് ആസ് ടു പാർട്ടീസ് ആർ നോട്ട് ഈക്വലി സ്ട്രോങ്. ചില കേസിൽ അങ്ങനെ സംഭവിക്കാം. പൊതുവെ വലിയ ബിസിനസ് ഗ്രൂപ്പുകളായിരിക്കും ഇത്തരം ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഡെറിവേറ്റീവ് കോൺട്രാക്ട് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് ഗ്രൂപ്പുകൾ വളരെ സ്ട്രോങ് ആയിരിക്കും, ഫാമേഴ്സ് അത്ര ഓർഗനൈസ്ഡ് ആവില്ല, സ്ട്രോങ് ആവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ടിക്ക് ബെനിഫിഷ്യലായ രീതിയിലായിരിക്കും പ്രൈസിങ് വരിക. സ്ക്യൂഡ് പ്രൈസിങ് എന്ന് പറയും. വൺ പാർട്ടി ഫേവറിങ് ആയിട്ടായിരിക്കും അത് വരിക. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ OTC-യിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്.
ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും, കാരണം അവിടെ ക്രെഡിറ്റ് റിസ്ക് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇനീഷ്യൽ പേയ്മെന്റ് വാങ്ങിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ദീസ് ആർ ട്രേഡഡ് ഓൺ ദി ഓർഗനൈസ്ഡ് ഓർ റെഗുലേറ്റഡ് എക്സ്ചേഞ്ചസ്. അത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നതാണ് ഇ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ബയർ ആൻഡ് സെല്ലിലും പരസ്പരം അറിയണമെന്ന് നിർബന്ധമില്ല. OTCയിൽ അത് അറിയണമെന്നുണ്ട്, എന്നാൽ ഇവിടെ അറിയണമെന്ന് നിർബന്ധമില്ല. എക്സ്ചേഞ്ച് ആയിരിക്കും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കും ബയറുടെയും സെല്ലറുടെയും ഇന്റർമീഡിയറി ആയിട്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. And the stock exchange takes an initial margin from both parties of the trade to act as a guarantor or a guarantee. രണ്ടുപേരുടെ കയ്യിൽ നിന്നും, അതായത് ബയറുടെ കയ്യിൽ നിന്നും സെല്ലറുടെ കയ്യിൽ നിന്നും ചെറിയൊരു മാർജിൻ, ഇനീഷ്യൽ മാർജിൻ വാങ്ങിക്കൊണ്ടായിരിക്കും ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്നതിന് അവരെ സഹായിക്കുക. അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫ്യൂച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് എൻഷുർ ചെയ്യാനും ഗ്യാരണ്ടി ചെയ്യാനും ഈ ട്രേഡിംഗ് ഇന്റർമീഡിയറി ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സ് ആർ സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. OTCയിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഗോൾഡ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഗോൾഡിന്റെ ക്വാളിറ്റി BIS ഹോൾ മാർക്കിംഗ് ഉള്ളത് നിർബന്ധമായിരിക്കും. അതിനകത്ത് ക്വാണ്ടിറ്റി ഇത്ര ഗ്രാമിന്റെ ഒന്നുമില്ലെങ്കിൽ അതിന്റെ ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രോഡക്റ്റുകളോ ആയിരിക്കും അവർ കൊടുക്കുക. അപ്പോൾ ആ ക്വാണ്ടിറ്റി സ്പെസിഫൈ ചെയ്തിരിക്കും. അതോടൊപ്പം തന്നെ എന്നാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായും പറഞ്ഞിരിക്കും. എത്രയാണ് പ്രൈസ് എന്നുള്ളതും കൃത്യമായി പറഞ്ഞിരിക്കും. എവിടെയാണ് ഡെലിവറി ചെയ്യുന്നതും കൃത്യമായി പറഞ്ഞിരിക്കും. ആ ഒരു സ്പെസിഫിക്കേഷൻ അത് എല്ലാവർക്കും യൂണീക്ക് ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്റ്റാൻഡേർഡ് ആൻഡ് യൂണീക്ക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും എക്സ്ചേഞ്ച് ട്രേഡറിൽ ഉണ്ടായിരിക്കുക. എന്നാൽ OTCയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ആൻഡ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഡു നോട്ട് ഡിസൈഡ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. ഒരിക്കലും ഈ ഏർപ്പെടുന്ന പാർട്ടീസിന് കോൺട്രാക്റ്റിലെ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യാൻ കഴിയില്ല. ആൻഡ് ദേ മിയർലി ആക്സെപ്റ്റ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. എക്സ്ചേഞ്ച് നിശ്ചയിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഡെറിവേറ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടീസിനുള്ളത്. അതിന്റെ മെറിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ല, ക്രെഡിറ്റ് റിസ്ക് ഇല്ല. കാരണം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ് ബയറിനെയും സെല്ലറിനെയും ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ അതിലത്തെ എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും എക്സ്ചേഞ്ച് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക എക്സ്ചേഞ്ചിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ കൃത്യമായി അസറ്റ് ഡെലിവറി ചെയ്യാനും അതിന്റെ പണം ലഭിക്കാനും ഈ ഇന്റർമീഡിയറി ആയിട്ടുള്ള എക്സ്ചേഞ്ച് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ട്രാൻസ്പെറന്റും നോമിനലും ആയിരിക്കും. കാരണം ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കും, എല്ലാ പാർട്ടീസിനും ഒരേപോലെ ആയിരിക്കും ട്രാൻസാക്ഷൻ കോസ്റ്റ് വരിക. ഓരോ പാർട്ടിക്കും വേറെ വേറെ രീതിയിലില്ല. അതുപോലെ തന്നെ നോമിനലുമായിരിക്കും. നോമിനൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റിനെ അവർ എന്താ പറയുക ഡിവൈഡ് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ഇൻവെസ്റ്റേഴ്സിന് ഏതൊരു സമയത്തും ഈ പറയുന്ന എക്സ്ചേഞ്ചിലേക്ക് എൻ്റർ ചെയ്യുകയും എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം. കാരണം എല്ലാ ദിവസവും എപ്പോഴും ട്രാൻസാക്ഷൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ചില ഡിമെറിറ്റ്സ് ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ്. കാരണം ഒന്നിലും തന്നെ നമുക്ക് കൗണ്ടർ പാർട്ടീസിന് ഇടപെടുന്നതിനുള്ള സാഹചര്യമില്ല. കസ്റ്റമൈസ്ഡ് ആണ്. അവിടെ കോൺട്രാക്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു, അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പാർട്ടീസിന് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇതിന്റെ ഡിഫറൻസ് കൃത്യമായിട്ട് നമ്മൾ നോക്കിയാൽ എക്സ്ചേഞ്ച് ട്രേഡിലും OTCയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ എക്സ്ചേഞ്ച് ട്രേഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. എന്നാൽ OTCയിൽ കൗണ്ടർ പാർട്ടി റിസ്ക് എക്സ്ചേഞ്ച് ട്രേഡറിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ല. എന്നാൽ OTCയെ സംബന്ധിച്ച് കൗണ്ടർ പാർട്ടി റിസ്ക് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇതിനിടയിൽ OTCയിൽ ഇന്റർമീഡിയറീസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ എക്സ്ചേഞ്ചിൽ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ റിസ്ക് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഡെറിവേറ്റീവ്സ് ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകളാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ OTC രണ്ട് പാർട്ടീസ് തമ്മിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം ETCയിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാണ്. എന്നാൽ OTയിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് സ്വല്പം കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും എന്നുള്ളതാണ്.
അതുപോലെ ET ഡെറിവേറ്റീവ്സിൽ സ്റ്റാൻഡേർഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷനും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫിക്സ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് ആയിരിക്കും. എന്നാൽ OTCയിൽ അത് കൗണ്ടർ പാർട്ടീസ് ആയിരിക്കും തീരുമാനിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവിൽ പ്രൈസ് പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും. നമുക്ക് ആർക്കും ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും പ്രൈസിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പ്രൈസ് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. OTയിൽ അവർ തമ്മിൽ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും, മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നില്ല. ആൻഡ് ET ഡെറിവേറ്റീവിൽ ആരൊക്കെയാണ് ബൈ ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് എന്ന് അറിയില്ല. ട്രേഡിംഗ് പാർട്ട്നേഴ്സിനെ ഒരിക്കലും അറിയാൻ കഴിയില്ല. എന്നാൽ OTCയിൽ മാർക്കറ്റ് പ്ലേയേഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. സോ ഇതാണ് ഇതിൻ്റെ തമ്മിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏത് സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ളത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾ ഈ സെഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടണും ഓളും എനേബിൾ ചെയ്യുക. തുടർന്നുള്ള സെഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും. സോ താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് ഈസി ലേൺ 365.